എത്രയാണെങ്കിലും എൻ്റെ സങ്കൽപ്പങ്ങൾ ഏഴു വർണ്ണങ്ങളും ഈ പിള്ളേരിത് വാതിൽ തുറന്നിട്ട് എങ്ങോട്ട് പോയി? എക്സ്ക്യൂസ് മീ, ലൈറ്റർ ഉണ്ടോ? ഇല്ല, സോറി. ഇറ്റ്സ് ഓക്കേ. എന്ത് സാധനടാ, എന്ത് സ്മെല്ലാ. വാടാ, ഒന്ന് മുട്ടി നോക്കാന്ന്. അതൊന്നും വേണ്ട. ആ സ്പ്രേ എങ്കിലും ചോദിക്കാലോ. നിന്റെ പെണ്ണിന് പറഞ്ഞു കൊടുക്കാലോ. വാ, നീ ഒന്ന് വന്നേ. വായോ. ഹായ്, എന്താണ് പേര്? താര. നിങ്ങളുടെ പേര്? എൻ്റെ വരുൺ, ഇവന്റെ മനു. നിങ്ങൾ ഈ നാട്ടുകാരാണോ? എന്താ ചെയ്യുന്നേ? ഞങ്ങള് ഫിലിമിലാ. ഞാൻ തൃശ്ശൂര്, ഇവൻ കണ്ണൂര്. ഓ, കണ്ണൂർ. അതില്ലേ അതില്ലേ പിന്നെ അടിച്ച് സ്പ്രേ ചെയ്താ നല്ല സ്മെല്ല്. ഇവന്റെ കാമുകിക്ക് പറഞ്ഞു കൊടുക്കാനാ. മനുവിന് ഭയങ്കര ജാടയാണെന്ന് തോന്നുന്നു. മിണ്ടാനൊക്കെ ഒരു മടി. ഏയ്, അതൊന്നുമില്ല. ഇവൻ നിർത്താണ്ട് സംസാരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നേ? നല്ല രസമുള്ള സംസാരമാണല്ലോ. ഭയങ്കര ഇഷ്ടമാണ് കണ്ണൂർ ഭാഷ. താങ്ക് യു. ഞാൻ IT ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഓ, അങ്ങനെ. പിന്നെ പെർഫ്യൂമിന്റെ കാര്യം ചോദിച്ചില്ലേ, അത് എറ്റേണൽ വുമൺ എന്നാണ്. ഒരു ഗ്രീൻ ബോട്ടിൽ. ഓക്കെ ഓക്കെ. ബൈ ദ ബൈ, ആ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഒന്ന് തരാൻ പറ്റുമോ? ഓ, തരാലോ. ഏഞ്ചൽ ഹണി. എന്താ? ഒരു ബട്ടർഫ്ലൈ സിമ്പിൾ ഉണ്ടോ? ഓക്കെ. മനുവിന്റെ ID? മനു അംബിക. മനു അംബിക. അമ്മ അംബിക ആരാ? അമ്മയുടെ പേരാ. എന്നാ നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഓക്കെ. ഓക്കെ, ഫോളോ ചെയ്തിട്ടേ. ഓക്കെ. ആരാണത് ആദ്യം കണ്ടത്? ഞാനാ സാറേ. ഞാനിവിടെ വരാൻ തോടിച്ചോണ്ടിരിക്കായിരുന്നു. വാതിലടച്ചിട്ടുണ്ടായില്ല. ചുമ്മാ ഒന്ന് തുറന്നു നോക്കിയതാ. അപ്പഴാ കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നു പോകുന്നവരൊന്നും ശ്രദ്ധിച്ചൂടെ? എന്റെ പൊന്നു സാറേ, ഞാനിവിടെ പണി കഴിഞ്ഞ അപ്പൊ തന്നെ പോകും. എന്റെ സാറേ, ഇവര് വന്ന അന്ന് മുതൽ പലരും വന്നു പോകുന്നുണ്ട്. ഞാൻ പല തവണ വാണിംഗ് കൊടുത്തതുമാണ്. പിന്നെ പറഞ്ഞ് നിർത്തി. അപ്പൊ ഇയാളോ? ഞാൻ ഫ്രണ്ടാണ് സാറേ. ഇന്നലെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയതായിരുന്നു. ഹൈ സെറ്റപ്പ് ആണല്ലോ മോളെ ഇവിടെ. കൊച്ചി കണ്ട അച്ചി വേണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ആണോ?
അതിങ്ങ് താ. എന്തിനാടാ കുട്ടാ സ്വന്തമായിട്ടൊരച്ചി? നിന്നെ പോലെയുള്ള സുന്ദരക്കുട്ടന്മാർ പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ പാറി പാറി നടക്കണം. ഹലോ. പിന്നെ ഞാനാ. നീ ഫ്രീ ആണോ? ആ ഓക്കെ. ഞാൻ ഒരു 4 മണിയാകുമ്പോ അങ്ങോട്ട് വന്നാലോ? ഓക്കെ അല്ലേ? ആ ശരി. എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട് 4 മണിക്ക് ജിമ്മിൽ പോവാൻ. ഓക്കെ. എന്നാ നീ പൊക്കോ. തെമ്പാടി. ഹലോ. താരല്ലേ? അതെ. സൗത്ത് പോലീസ് സ്റ്റേഷനാണേ. എന്താ സർ, എന്താ കാര്യം? സ്റ്റേഷനിലേക്ക് വരൂ, വന്നിട്ട് ഓ പറയാട്ടോ. വരാലോ. ഓക്കെ. എന്താ പ്രശ്നം? ആരാ വിളിച്ചേ? പോലീസാ. ഹസ്ബൻഡായിട്ട് കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് ചെല്ലാൻ പറഞ്ഞതാ. എന്നാ നീ പൊക്കോ, എനിക്ക് പോണം. ശരി. ഈ പയ്യനെ അറിയോ? ആ അറിയാം, എൻ്റെ ഫ്രണ്ടാ മനു. ഇത് നിങ്ങൾ മനുവിന് അയച്ച വോയിസ് നോട്ടല്ലേ? ഇതൊന്ന് കേട്ട് നോക്ക്. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും, നിന്റെ റൂമിലേക്ക്. ആ അതിനെന്താ ഇപ്പോ? ഈ ഞായറാഴ്ച പോയിട്ടേ ഇല്ല അവിടെ? ഇല്ല, പോയിട്ടില്ല. ഷുവർ? ആ എന്നാ CC ക്യാമറ കള്ളം പറഞ്ഞാണ് നോക്കാലോ. അതെ സാറേ, ഞാനാ കൊന്നത്. എന്തിനാന്നല്ലേ? അവന്റെ ഒരു പ്രേമ നാടകം. എന്താടാ നിനക്ക് എൻ്റെ ഫ്ലാറ്റിൽ വന്ന? ഞാൻ എത്ര കോൾ ചെയ്തു, എത്ര മെസ്സേജ് അയച്ചു ഞാൻ. അതൊന്നുമില്ല, കുറച്ച് തിരക്കിൽ പെട്ടുപോയി. പിന്നെ നിന്റെ ഫ്ലാറ്റിന്റെ എവിടെയാന്ന് എൻ്റെ കാമുകീൻ്റെ വീട്. അവളുണ്ടാകെ പ്രശ്നമാവും, അതുകൊണ്ടാ. അതെന്താടാ? അത് പോട്ടെ, ഇവിടെ വരാൻ ആരെയും പേടിക്കണ്ടല്ലോ. എന്ത് പ്രശ്നം? വേണ്ട, ഒന്നും വേണ്ട. അവന്റെ ഒരു പേടി. കാമുകി സ്നേഹം ഇത്രയ്ക്കൊന്നും പാടില്ല. അങ്ങനെ എനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട സാറേ. കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ആഗ്രഹിച്ചതൊന്നും നേടാതിരുന്നിട്ടുമില്ല, ഇവൻ ഒഴിച്ച്. ഞാനൊരു കാമുകിയാണ് സാറേ, കാമത്തെ മുഖീകരിക്കുന്ന ഒരു കാമുകി. ഹലോ സാറേ, ആ പയ്യന്റെ ബോധം വന്നിട്ടുണ്ട്. ആ താരാന്ന് പറഞ്ഞ കൊച്ച അവരുടെ ഫ്രണ്ടാണെന്നാണ് പറയുന്നത്. അവിടെ പരാതിയൊന്നും ഇല്ലെന്നാ പറഞ്ഞു. നോക്ക് സാർ. ഒന്ന് പുറത്തു നിന്നോ, വിളിക്കാം. യെസ് സാർ. നിന്നെ ഞാൻ ഇതിന്ന് രക്ഷിക്കാം. എനിക്കെന്താണ് മെച്ചം?
പെണ്ണായ എനിക്ക് എന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ തരാം. ഇപ്പൊ നിന്റെ പേടിയൊക്കെ പോയില്ലേ പെണ്ണെ? പേടിക്കണ്ട, ഇനി ഞാൻ നോക്കിക്കോളാം. ഇടക്ക് ഒന്ന് വന്ന് കണ്ട മതി. എനിക്കെന്ത് പേടി പോലീസുകാരാ. ഇയാളെ ഞാൻ ആദ്യമേ നോട്ട് ചെയ്തതാ. കഴിഞ്ഞ ഞായറാഴ്ച എൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന പയ്യനെ പൊക്കിയത് ഓർമ്മയുണ്ടോ? ഹെൽമെറ്റ് ഇല്ലാണ്ട്. അന്നേ ഞാൻ ആദ്യമേ നോക്കി വെച്ചതാ. ഇത്രയും പെട്ടെന്ന് ഒന്നിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല സാറേ. ഹലോ, ഇന്നെന്താ ഒറ്റയ്ക്ക്? കൂടെ ഉള്ളവരാരും വന്നില്ലേ? എന്നെ അറിയോ? പിന്നെ ഞാൻ 2 ദിവസമായിട്ട് കാണുന്നില്ലേ? 3-4 പേരുണ്ടായിരുന്നല്ലോ കൂടെ. ആ അതെ അതെ, അവരിന്നലെ പോയി. അവരുടെ ട്രെയിനിങ് കഴിഞ്ഞു. നാളെ റൂം മാറണം, അതിന്റെ ഓരോ ആലോചനയിലാ. ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞു, അവരെ നോക്കിയിരിക്കുക. എന്നാലും എന്നെ മാത്രം ഓർത്തിരിക്കാൻ കാരണം? നിന്നെപ്പോലുള്ള സുന്ദരി കുട്ടികളെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? റൂം റെഡി ആയില്ലെങ്കിൽ എൻ്റെ റൂമിലേക്ക് പോരെ. അവിടെ ഒരാൾക്കൂടി സ്ഥലമുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പറയേ, റെന്റ് ഷെയർ ചെയ്യാം. ഞാനിത് അങ്ങോട്ടേക്ക് ചോദിക്കാതിരിക്കുമായിരുന്നു. റൂം അടച്ചു കാണും, എന്റെ ബാഗെല്ലാം അവിടെയാ. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് വന്നാലോ? ആ അപ്പൊ സെറ്റ്. എന്നാ വാ. എന്താണോ? കണ്ടിന്യൂ